ഷിജിലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഒരു ഫുൾ ചിക്കൻ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. 800 ഗ്രാമിൻ്റെ ഒരു ഫുൾ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായി വാഷ് ചെയ്ത് വരക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ചിക്കനിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാലയൊക്കെ നന്നായി പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കണം. നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഒരു ക്ലീനിങ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ചിക്കൻ എയർ ഫ്രയറിൻ്റെ ഈ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബൗളിലുള്ള ബാക്കിയുള്ള മസാലയൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ 4 കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 200 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എയർ ഫ്രയറിൽ ചിക്കൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മുകൾ ഭാഗമൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്ത് 20 മിനിറ്റും കൂടി ഒന്ന് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ പാനിൽ റെഡിയാക്കി എടുക്കാം. ചെറുനാരങ്ങയൊക്കെ വെച്ച് കൊടുത്തോട് നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.